ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു കേക്ക് ഡെക്കറേഷൻസ് വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് സെയിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അബദ്ധമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐസോമാറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതെന്താ എനിക്ക് പറ്റിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വേറെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു 1 kg കേക്കാണ്. അപ്പോൾ വാനില ഫ്ലേവറിലുള്ള സ്പോഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവനിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കത് മോൾഡിൽ നിന്ന് റീമോൾഡ് ചെയ്തിട്ടതിന് ശേഷം 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം 3 ലെയേഴ്സായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ലെയറാക്കി എടുക്കാം എന്നൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ടല്ലോ. കേക്ക് അതുപോലെ ഈ ഒരു സ്പോഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഞാൻ ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1 kg കേക്കിലേക്ക് ഞാൻ 1.5 കപ്പ് 1.25 മുതൽ 1.5 കപ്പ് വരെയാണ്. ഡിസൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ 1.5 കപ്പ് എടുക്കും. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടും സ്റ്റിഫാക്കി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനൊരു കേക്ക് ബേസ് വലിയൊരു ബേസാണ് എടുത്തിട്ടുള്ളത്. 12 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എക്സ്ട്രാ ഡിസൈനിങ് ഒക്കെ ബേസിൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ ബേസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ നോർമലായിട്ടുള്ളൊരു വാനില കേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഞാൻ അതിൽ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെക്കൻഡ് ലെയർ വയ്ക്കുക. പിന്നെ അതുപോലെ ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തിട്ട് തേർഡ് ലെയറും വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറും ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേ പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിന് മുന്നേ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഷാർപ്പ് എഡ്ജ് ഉണ്ടാക്കാം, അതുപോലെ ഷുഗർ സിറപ്പ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേക എന്താ പറയുക പ്ലേ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. വേണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ളത് കേക്ക് കാണുന്നൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് സൈഡൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രീം കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ക്രീമൊന്നും അപ്ലൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ക്രംസ് ഒന്നും അതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ക്രീം കോട്ടിങ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ആദ്യം മുകൾ ഭാഗത്ത് ക്രീം അപ്ലൈ ചെയ്ത ശേഷം പിന്നെ സൈഡിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാലൻ നൈഫ് ഉപയോഗിച്ചിട്ടാവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. സൈഡൊക്കെ നല്ല ക്ലീൻ ആയപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ക്രീം മാത്രം അവിടെ പാലൻ നൈഫ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ് സൈഡ് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കംഫർട്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. മുകൾ ഭാഗം പിന്നെ നമുക്ക് പാലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പോൾ ഓരോന്നും നമ്മൾ ക്രീമൊക്കെ അപ്പം തന്നെ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഈ പാലൻ നൈഫിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മെല്ലെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ക്ലീനായിട്ട് വരും. അപ്പോൾ ഏകദേശം ഞാൻ ഷാർപ്പ് എഡ്ജൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബേസിലുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് ഞാൻ കുറച്ച് റോസ് ഫ്ലവർ കുഞ്ഞു റോസ് ഫ്ലവർ നെയിലിൽ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഈ ബേസിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഒരു തോന്നിയ ഡിസൈൻ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. മെയിനായിട്ട് ഞാനിതിൽ വിചാരിച്ചിട്ടുള്ള ഡിസൈന് ആ ഒരു സെയിലാണ്. അപ്പോൾ എന്നാലും അതിൻ്റെ കൂടെ ചെറിയൊരു ഡിസൈനും കൂടി വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഇത് വീട്ടിൽ കുട്ടികളിങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് കേട്ടോ.
സെയിൽ ചെയ്യാനുള്ളതൊന്നുമല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റോസസ് ആയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരു ഹാഫ് പോർഷനിൽ മാത്രം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ റോസ് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഹാഫ് പോർഷനിൽ വെച്ച് കൊടുക്കുന്നത് ഗോൾഡൻ ലീഫ് ഫോയിൽ ഉണ്ടല്ലോ, ഫോയിലിൻ്റെ പോലെ നമ്മൾ ഫോയിൽ പേപ്പറിൻ്റെ ഒക്കെ പോലത്തെ ഒരു എഡിബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും, ഇത് എഡിബിൾ ആണ് കേട്ടോ. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ചുമ്മാ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് ഇങ്ങനെ ഇടവിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു യെല്ലോ റോസ് ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ഗ്രീൻ കളറ് വിപ്പിംഗ് ക്രീമിലാക്കിയതിന് ശേഷം ലീഫ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് സെയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്ന സമയം നോർമലായിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തില്ല, ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സിലിക്കോൺ മേറ്റിലേക്ക് ഇതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശരിക്കും ഐസോമാറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിന് കുറച്ച് ഡിഫോൾട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചേർത്താൽ അധികം പെട്ടെന്ന് മെൽറ്റ് ആവുമൊന്നുമില്ല. ഇതാകുമ്പോൾ നമുക്ക് തണുക്കുന്ന സമയത്ത് മെൽറ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടോട് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു കുപ്പിയുടെ മേലെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് ഒലിച്ച് പോകും. ഒന്നങ്ങോട്ട് തണുക്കണം, എന്നാലേ അത് ഒലിച്ച് പോവാതിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ തണുത്തിന് ശേഷം പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഒന്ന് തണുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോൾ ക്ലിപ്പ് ഉണ്ടായിരുന്നില്ല, അത് ഞാൻ അപ്പോൾ ഓർത്തില്ല. അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഓരോ ചുളിവുള്ള ഭാഗത്തും ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതിൽ ഇൻഷാ അല്ലാ അടിപൊളിയാക്കണം. ഐസോമാറ്റൊക്കെ വാങ്ങിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് ഞാൻ ഇതുപോലെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെറ്റാകുന്ന വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ചെയ്താൽ മതി. 10 മിനിറ്റിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനത്തെ സിലിക്കോൺ മാറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് തന്നെ അത് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു പ്രത്യേക ഡിസൈനാണ് ഇതുപോലെ വെച്ചെടുക്കുന്ന സമയത്ത്, നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്നും വല്ലാണ്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിനി വേറെ കുറച്ചൊരു എന്താ പറയുക ഗോൾഡൻ ഷുഗർ ബോൾസൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ തീമിലാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ഈ കാരമലൈ ചെയ്തതും ഒരു ഗോൾഡൻ കളറാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ സംഭവിച്ച സംഭവങ്ങളാണ് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഫോട്ടോ എടുക്കുന്ന സമയത്ത് വീഡിയോ ഉണ്ടാവില്ലല്ലോ. ഉണ്ടോ ഈ ഒരു രീതിയിൽ അങ്ങ് ചാടി. അപ്പോൾ അത് ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീണു. അതുമാത്രമല്ല സംഭവിച്ചത്,
പിന്നെ എനിക്ക് സംഭവിച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിലൊന്ന് ടച്ച് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്, അതത് പൊട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അത് തീരെ തിന്നായിട്ടായിരുന്നു ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു ഭാഗത്ത് വളരെ തിന്നായിട്ടായിരുന്നു ഇത് സെയിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തൊട്ടപ്പോഴേക്കും അങ്ങ് പൊട്ടി. പിന്നെ ഞാൻ വിചാരിച്ച പോലെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇതുപോലായി എൻ്റെ കേക്കിൻ്റെ അവസ്ഥ. പിന്നെ വീട്ടിലുണ്ടാക്കിയോണ്ട് തന്നെ അതവിടെ മാറ്റിയിട്ട്, അത് കുട്ടികൾ അങ്ങനെ തിന്നു, അതങ്ങ് മാറ്റിയിട്ട് അവിടെ ക്രീമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലാണ്ട് ഷേപ്പാക്കി എടുക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വലിയൊരു വെറൈറ്റി ആക്കിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ത്രില്ല് ഇങ്ങനെ വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് അതൊക്കെ ഷെയർ ചെയ്യണം. താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്